വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. 2ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിലെ ഒരു കുഞ്ഞു കഥയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ കഥയുടെ പേര് ലില്ലി ആൻഡ് ദ ബെയർ. ലില്ലി ഈ ഗേളാട്ടോ, കണ്ടല്ലോ, താഴെയുള്ള ഈ കരടിയാണ് ബെയർ. അതെങ്ങനെ വായിക്കുക? ബിയർ എന്ന് വായിക്കരുത് കേട്ടോ, ബിയർ വേറെ സാധനമാണ്, ബെയർ എന്ന് പറയാം. ബെയർ കരടി. സോ ലില്ലിയുടെയും ബെയറിൻ്റെയും കഥ നോക്കാം. ലില്ലിക്ക് ഒരുപാട് ടോയ്സ് ഉണ്ട് കേട്ടോ. ഇനി ലില്ലി ഹാഡ് എ ടോയ്. ലില്ലിക്ക് ഒരു ടോയ് ഉണ്ടായിരുന്നു. കുറേ ടോയ്സ് ഇവിടെ പിക്ചറിലുണ്ട്. ഇവിടെ പറഞ്ഞത് ഒരു ടോയ് ആണ്. ഏതാണ് ആ ടോയ്? ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ടെഡി ബെയർ. ടെഡി ബെയർ എന്താണ്? ബെയർ, കരടിയുടെ ചെറിയ ഒരു കരടിയുടെ ഒരു ടോയ് ഉണ്ടായിരുന്നു. എന്താണ് ടോയ്? പാവ. ഇറ്റ്സ് നെയിം വാസ് ബെല്ല. ആ ടോയിൻ്റെ പേര് ബെല്ല എന്നായിരുന്നു. ബെല്ല ഹാഡ് ഷൈനിങ് ബ്ലൂ ഐസ്. നല്ല ഷൈനിങ്, തിളക്കമുള്ള നീല കണ്ണുകളുണ്ടായിരുന്നു. ഇതാട്ടോ ബെല്ല എന്ന ടോയ്. കാണുന്നുണ്ടല്ലോ തൊപ്പി വെച്ച കരടിക്കുട്ടി, ആ ഒരു ടോയ് അതാണ്. സോ അതിന് നല്ല തിളങ്ങുന്ന നീല കണ്ണുകളുണ്ടായിരുന്നു. ഇറ്റ് ഹാഡ് എ റെഡ് ക്യാപ്പ്. ചുവന്ന തൊപ്പി ഉണ്ടായിരുന്നു. ആൻഡ് എ ബ്രൗൺ ടൈ. ബ്രൗൺ കളറുള്ള ഒരു ടൈയും അതിന് കെട്ടിയിരുന്നു. കണ്ടോ, ഇവിടെ ചുവപ്പ് കളറായിട്ട് നമുക്ക് തോന്നുന്നത്. എനിവേ ആ ടെഡി ബെയറിന് കണ്ടോ ഒരു ടൈ, ഇങ്ങനെയൊക്കെ നല്ല മനോഹരമായ ഒരു ടെഡി ബെയർ. ബെല്ല കുഡ് മേക്ക് എ വൂപ്പ് വൂപ്പ് സൗണ്ട്. മാത്രമല്ല ആ ടോയ് ടെഡി ബെയർ വൂപ്പ് വൂപ്പ് എന്ന സൗണ്ടും ഉണ്ടാക്കിയിരുന്നു. ഇനി ഒരു ദിവസം ലില്ലിക്ക് അതിനെ മിസ്സാവുകയാണ് കേട്ടോ. വൺ ഡേ ലില്ലി ഫൗണ്ട് ബെല്ല മിസ്സിങ്. ലില്ലിക്ക് ബെല്ലയെ മിസ്സായി. അതായത് ഈ പെൺകുട്ടിക്ക് ഈ ടെഡി ബെയർ ടോയിയെ നഷ്ടപ്പെട്ടു. ഷീ ഫെൽറ്റ് സാഡ്. സാഡ് എന്ന് പറഞ്ഞാൽ ദുഃഖം. അവൾക്ക് ആകെ ദുഃഖമായി. ഷീ സെർച്ച്ഡ് ഇറ്റ് എവരിവെയർ. അവൾ എല്ലായിടത്തും സെർച്ച് ചെയ്തു. ലില്ലി ഫൗണ്ട് ബെല്ലാസ് റെഡ് ക്യാപ്പ് നിയർ ദ ഗേറ്റ്. ഗേറ്റിനരികെ ബെല്ലയുടെ റെഡ് ക്യാപ്പ്, ചുവന്ന ക്യാപ്പ് ലില്ലി കണ്ടെത്തി. ഷീ സോ, ക്യാപ്പറ തുപ്പിട്ടോ, ഷീ സോ ദ ഫുട് പ്രിൻറ്റ്സ് ഓഫ് എ ബിഗ് ബെയർ ദേർ. മാത്രമല്ല ലില്ലി എന്തുകൂടെ കണ്ടു? കണ്ടോ ഫുട് പ്രിൻറ്റ്സ്. ഫുട് പ്രിൻറ്റ്സ് പറഞ്ഞാൽ കാലടിപ്പാടുകൾ. ഓഫ് എ ബിഗ് ബെയർ, വലിയൊരു കരടിയുടെ കാലടിപ്പാടുകളും കണ്ടു. സോ നമുക്ക് മനസ്സിലാക്കാം ആ കരടിയാണ് ഈ ബെല്ലയെ കൊണ്ടുപോയത്, അതായത് ടെഡി ബെയറെ കൊണ്ടുപോയത്. പിന്നെ ഇവിടെ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോകാൻ കേട്ടോ. അതിന് വേണ്ട സജ്ജീകരണങ്ങളാണ് അതൊക്കെ. ഐ മസ്റ്റ് ഫൈൻഡ് മൈ ബെല്ല. ഞാൻ എന്തായാലും എന്ത് ചെയ്യണം? എൻ്റെ ബെല്ല, എൻ്റെ പാവക്കുട്ടിയെ കണ്ടെത്തണം. ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തണം. ലില്ലി ടുക്ക് സം ബൺസ്. ഭക്ഷണം കഴിക്കാൻ കുറച്ച് ബണ്ണെടുത്തു. ആൻഡ് എ ബോട്ടിൽ ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ ബോട്ടിലെടുത്തു. ഇൻ ഹെർ ബാഗിൽ വെച്ചു. കാണുന്നുണ്ടല്ലോ ബണ്ണ്, അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഷീ സ്റ്റാർട്ടഡ് വാക്കിംഗ്. അങ്ങനെ അവൾ നടക്കാൻ തുടങ്ങി. ഫോളോയിങ് ദ ഫുട് പ്രിൻറ്റ്സ്. കരടിയുടെ ഫുട് പ്രിൻറ്റ്സ്, കാലടിപ്പാടുകൾ നോക്കി അങ്ങനെ പോയി. ലില്ലി റീച്ച്ഡ് എ ഫോറസ്റ്റ് നിയർ ബൈ അരികെ. സോ അരികിലുള്ളൊരു ഫോറസ്റ്റിൽ ലില്ലി എത്തിച്ചേർന്നു. റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു എന്നൊക്കെയാണ്. ഷീ സോ എ ബിഗ് ബെയർ. ഒരു വലിയ കരടി അവൾ കണ്ടു. സിറ്റിംഗ് അണ്ടർ എ ട്രീ. ഒരു മരത്തിന് താഴ്ത ഒരു വലിയ കരടി പാവക്കൂട്ടനും പിടിച്ച് അങ്ങനെ ഇരിക്കുക. ബെല്ല വാസ് ഇൻ ഇറ്റ്സ് ഹാൻഡ്സ്. അതിൻ്റെ കയ്യിൽ ബെല്ല എന്ന ഈ ടെഡി ബെയർ ഉണ്ടായിരുന്നു. ദാറ്റ്സ് മൈ ടെഡി, ഗിവ് ഇറ്റ് ബാക്ക്, ലില്ലി സെഡ്. ലില്ലി പറഞ്ഞു, ദാറ്റ്സ് മൈ ടെഡി, അത് എൻ്റെ ടെഡി ബെയറാണ്. ഗിവ് ഇറ്റ് ബാക്ക്, തിരികെ തരൂ. നോ, ദ ബിയർ ഗ്രൗൾഡ്. ഗ്രൗൾഡ് എന്ന് പറഞ്ഞാൽ മുരണ്ടു. ഓക്കെ, ദേഷ്യത്തോടെ പറയണം. സോ ഗ്രൗൾഡ്, മുരണ്ടു. ബെയർ മുരണ്ടു. നോ. ലില്ലി പറയാ, ഐ വാണ്ട് മൈ ബെല്ല ബാക്ക്. എൻ്റെ ടെഡി ബെയർ ബെല്ലെ എനിക്ക് തിരികെ വേണം. ലില്ലി ഷൗറ്റഡ്. ലില്ലി ഉറക്കെ പറഞ്ഞു. ടേക്ക് ഇറ്റ് ഫ്രം മീ ഇഫ് യു ക്യാൻ, സെഡ് ദ ബെയർ. അതിൽ കരടി പറയാ, നിനക്ക് കഴിയുമെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് എടുക്ക്. ടേക്ക് ഇറ്റ് ഫ്രം മീ, എടുക്ക് എൻ്റെ കയ്യിൽ നിന്നും. ഇഫ് യു ക്യാൻ. ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ. ഇഫ് യു ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയുമെങ്കിൽ. ഇഫ് യു ക്യാൻ, നിനക്ക് കഴിയുമെങ്കിൽ നീ എടുക്ക്, കാണട്ടെ. ഐ വിൽ, ഞാൻ എടുക്കും. ലില്ലി സെഡ് ബോൾഡ്ലി. ധൈര്യത്തോടെ. ലില്ലി ധൈര്യത്തോടെ പറഞ്ഞു, ഞാൻ എടുക്കും.
ആർ യു സോ സ്ട്രോങ്? അത്രയ്ക്ക് സ്ട്രോങ് ആണോ നീ? ദെൻ പ്രൂവ് ഇറ്റ്. അങ്ങനെയുണ്ടെങ്കിൽ ഇതൊന്ന് പ്രൂവ് ചെയ്യേ. ഷുവർ സെഡ് ലില്ലി. ലില്ലി പറയാം, ആഹാ എന്നായിക്കോട്ടെ, ഞാൻ കാണിച്ചു തരാം. ദ ബെയർ ടുക്ക് എ സ്റ്റോൺ. ഈ കരടി ഒരു വലിയ കല്ലെടുത്തു. സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കല്ലാണ് കേട്ടോ, കണ്ട കയ്യിൽ, എന്നിട്ട് പൊട്ടിക്കുകയാണ്. ഹി ക്രഷ്ഡ് ഇറ്റ് ഇൻ ടു പീസസ്. അത് പല കഷ്ണങ്ങളായി കയ്യിലിട്ടിട്ട് അങ്ങോട്ട് പൊടിച്ചു ഈ കരടി. സ്ട്രോങ് ആണല്ലോ കരടി. ലുക്ക് ഹൗ സ്ട്രോങ് ഐ ആം. എന്നിട്ട് ഈ കരടി ഇവളോട് പറയാം, നോക്കൂ ഞാൻ എത്ര സ്ട്രോങ് ആണ്. ക്യാൻ യു ഡു ദിസ്? ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ കഴിയുമോ? ചലഞ്ച് ദ ബെയർ. ചലഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ വെല്ലുവിളിച്ചു. ബെയർ ഇവളെ വെല്ലുവിളിച്ചു. അപ്പോൾ ഇവൾ പറയാ, ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. സെഡ് ലില്ലി. ലില്ലി പറഞ്ഞു, എനിക്കും ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരിക്കലും ലില്ലിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പിന്നെ കല്ല് പൊടിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവൾ സൂത്രപ്പണി ചെയ്യാം. നമുക്ക് നോക്കാം എന്താ ചെയ്യുന്നതെന്ന്. ലില്ലി ഹാഡ് എൻ ഐഡിയ. അവൾക്ക് ഐഡിയ കിട്ടി. ഷീ ടുക്ക് എ ബൺ. അവളൊരു ബണ്ണങ്ങ് എടുത്തു. ആൻഡ് വെറ്റ് ഇറ്റ് സീക്രറ്റ്ലി. വെറ്റാക്കി, നനച്ചു. കയ്യിൽ വെള്ളം ഉണ്ടല്ലോ, സോ അതങ്ങ് നനച്ചു. സീക്രട്ടായിട്ട്, കരടി കാണാതെ നനച്ചു. ദെൻ ഷീ പ്രസ്ഡ് ദ ബൺ. അപ്പോൾ ബണ്ണ് എന്താണെന്ന് കരടിക്ക് അറിയില്ലല്ലോ. എന്നിട്ട് ഈ ബണ്ണങ്ങ് പ്രസ് ചെയ്തു ഇവൾ വിത്ത് ഹെർ ഹാൻഡ്സ്, അവളുടെ കൈകൾ കൊണ്ട്. വാട്ടർ ഡ്രിപ്ഡ് ഡൗൺ ഫ്രം ഇറ്റ്. ഡ്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒലിച്ചു, താഴേക്ക് ഇങ്ങനെ ഉറ്റി വന്നു. സോ വെള്ളം അങ്ങോട്ട് അതിന് ഉറ്റി വന്നു. ലുക്ക് ഐ ക്യാൻ സ്ക്വീസ് വാട്ടർ ഔട്ട് ഓഫ് സ്റ്റോൺ. കണ്ടോ, എനിക്ക് വെള്ളം സ്ക്വീസ് ചെയ്ത് ഇങ്ങനെ ഞെരിച്ച്, സ്ക്വീസ് ചെയ്യുന്ന ഞെരിക്കലാണ്. വെള്ളം ഞെരിച്ച് സ്റ്റോണിൻ്റെ ഉള്ളിൽ നിന്ന് ഞെരിച്ചിട്ട് വെള്ളം കൊണ്ടുവരാൻ കഴിയും. സെഡ് ലില്ലി. ലില്ലി പറഞ്ഞു, ഓ ഷീ സ്ട്രോങ്കർ ദാൻ മീ. ദ ബെയർ വണ്ടേഡ്. കരടി ആകെ അത്ഭുതപ്പെട്ടു. വണ്ടേഡ്, അത്ഭുതപ്പെട്ടു. ഓ ഇവൾ എന്നെക്കാളർ സ്ട്രോങ് ആണ് എന്നാണ് കരടി കരുതിയത്. ഇതിൽ കരടി പറയാം, ദ ബെയർ പ്ലേഡ് അനദർ ട്രിക്ക്. അപ്പോൾ മറ്റൊരു ട്രിക്ക് ബെയർ, ഈ കരടി പ്ലേ ചെയ്തു, ഒരു ട്രിക്ക് കളിച്ചു. എന്താ പറഞ്ഞത്? ഹി പോയിൻറ്റഡ് ടു എ ലാർജ് ഹണികോം ഓൺ എ റോക്ക്. അവിടെ വലിയൊരു പാറക്കല്ല്, മുകളിലുള്ള പാറക്കല്ലിൽ ഒരു ഹണികോം. ഹണികോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ തേനീച്ചയുടെ പലക ഉണ്ടാവുമല്ലോ അല്ലേ, ഈ തേനൊക്കെ നിറച്ച് വെക്കുന്ന ആ ഒരു പലക, അതാണ് ഹണികോം. അത് പോയിൻ്റ് ചെയ്തു, ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. കരടി ചൂണ്ടിക്കാണിച്ചു. ഹി പോയിൻറ്റഡ് ടു എ ലാർജ് ഹണികോം ഓൺ എ റോക്ക്. സോ അതിൻ്റെ മുകളിൽ എന്താണ് കണ്ടോ, യെല്ലോ കളറിൽ അവിടെ ഇതിൻ്റെ കൂട്, ആ തേനീച്ചക്കൂട്, അതങ്ങ് കാണിച്ചു കൊടുത്തു. തേനീച്ചക്കൂടിലാണ് ഇത് ഉണ്ടാവുക കേട്ടോ, ഈ പലക. അത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറയാം, ലുക്ക് ദേർ, നോക്കൂ അങ്ങോട്ട്. ബ്രിങ് ദാറ്റ് ഹണികോം ടു മീ. നല്ല ഉയരണ്ട് കയറാൻ, എനിക്കിത് കയറാൻ കഴിയില്ല. സോ ബ്രിങ്, കൊണ്ടുവരൂ. ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. ബ്രിങ് ദാറ്റ് ഹണികോം ടു മീ. ആ ഹണികോം, ആ തേനിൻ്റെ കൂട് എൻ്റെ അരികിലേക്ക് കൊണ്ടുപോവാ. ഇഫ് യു വിൻ, നീ വിജയിക്കുകയാണെങ്കിൽ, യു വിൽ ഗെറ്റ് ദ ടെഡി ബെയർ. എനിക്ക് നിൻ്റെ ടെഡി ബെയറിനെ തിരികെ കിട്ടും എന്ന് കരടി പറയാം. സോ ഇവളെന്താ ചെയ്തത് കണ്ടോ, കവണ വെച്ചുകൊണ്ട് ഒറ്റ ഷൂട്ട് ചെയ്യൽ. ദാറ്റ് ഈസ് സോ സിമ്പിൾ സെഡ് ലില്ലി. ഓ അത് വളരെ സിമ്പിളാണല്ലോ, ലില്ലി പറയാം. ഷീ ടുക്ക് എ സ്ലിംഗ് ഷോട്ട് ഫ്രം ഹെർ ബാഗ്. സ്ലിംഗ് ഷോട്ട് എന്ന് പറഞ്ഞാൽ കവണ. കവണ ബാഗിൽ നിന്ന് എടുത്തു. ഷീ ഷോട്ട് എ സ്റ്റോൺ ടുവേർഡ്സ് ദ ഹണികോം. ഹണികോമിന് നേരെ ഒരു സ്റ്റോൺ, കല്ലെടുത്ത്, കണ്ടോ, കല്ലെടുത്ത് ഷൂട്ട് ചെയ്തു. ഷൂട്ട് ചെയ്ത്, ഇത് പാസ്റ്റ് ടെൻസ് ആണ്, ഷോട്ട് കേട്ടോ. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതിലോ ഈ ഹണികോം താഴെ വീണു. ദ ഹണികോം ഫെൽ ഡൗൺ. അത് താഴേക്ക് വീണു. ഫെൽ ഡൗൺ, താഴേക്ക് വീണു. സ്വീറ്റ് ഹണി സ്പ്ലാഷ്ഡ് ഓൾ അറൗണ്ട്. സ്പ്ലാഷ്ഡ് ആകെ ചിന്തി, ആകെ ഒലിച്ചു. ഓൾ അറൗണ്ട്, ചുറ്റും. ഹുറേ ഹണി. കരടിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേനെ. ഹുറേ ഹണി എന്ന് പറഞ്ഞിട്ട് ദ ബെയർ ത്രൂ ദ ടെഡി അവേ. കയ്യിലുള്ള ടെഡി ബെയർ അങ്ങോട്ട് എറിഞ്ഞു. ത്രൂ അവേ, അതിനങ്ങോട്ട് എറിഞ്ഞു. ആൻഡ് റഷ്ഡ്, കുതിച്ചു. ടുവേർഡ്സ് ദ ഹണികോം. ഹണികോമിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് റഷ് ചെയ്തു, കുതിച്ചു പോയി. യു ആർ സ്ട്രോങ്കർ ദാൻ മീ. അപ്പോൾ കരടി പറയാ, എന്നെക്കാളേറെ സ്ട്രോങ് ആണ് നീ. ടേക്ക് യുവർ ടെഡി. നീ നിൻ്റെ ടെഡി ബെയറിനെടുത്തോ. ആൻഡ് താങ്ക് യു ഫോർ ദ ഹണി. ഈ ഹണി എനിക്ക് പിടിച്ച് അല്ലെങ്കിൽ എനിക്ക് തന്നതിന് നന്ദി. സെഡ് ദ ബെയർ. ബെയർ പറഞ്ഞു. ലില്ലി ടുക്ക് ബെല്ല ആൻഡ് വെൻ ഹോം ഹാപ്പിലി. ലില്ലി എന്ത് ചെയ്തു? ബെല്ല എന്ന ഈ ടെഡി ബെയറിനെ എടുത്തു. ആൻഡ് വെൻറ്റ് ഹോം ഹാപ്പിലി. സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. സോ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.